നമുക്കെല്ലാം അറിയാവുന്ന ഒരു കഥയാണ് കുചേലനും കൃഷ്ണനും തമ്മിലുള്ളത് അല്ലേ. അപ്പം കൃഷ്ണന്റെ സഹപാഠിയായിരുന്നു കുചേലൻ. പക്ഷെ കുചേലൻ കുടുംബപരമായിട്ട് ഭയങ്കര ദരിദ്രമായിട്ടുള്ളൊരു കുടുംബമായിരുന്നു. പക്ഷെ കുചേലന്റെ ഏറ്റവും ഭയങ്കര സന്തോഷത്തിലാണ് ജീവിച്ചതും. ആ ദാരിദ്ര്യത്തിലും ഭയങ്കര സന്തോഷത്തിലാണ് ജീവിച്ചത്. കാരണം എന്താ അറിയോ, ദൈവം തന്നതാണ് ആ ദാരിദ്ര്യം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് കുചേലന്റെ ജീവിതം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ കുറെ നാൾക്ക് ശേഷം നമുക്ക് പിന്നെ ഒരു കഥ അറിയാം. അതിനകത്ത് ഭാര്യയുടെ സമ്മർദ്ദം മൂലം കൃഷ്ണന്റെ അടുത്ത് പോയി ഐശ്വര്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കാൻ വേണ്ടി ഭാര്യ സ്വന്തം ഭർത്താവിനെ പറഞ്ഞു വിട്ടൊരു കഥ. അപ്പോൾ അത് എന്നിട്ട് പോലും ദൈവത്തിന്റെ അടുത്ത് വന്നിട്ട് ഒന്നും ചോദിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അത്രയ്ക്ക് പ്രിയപ്പെട്ട കൃഷ്ണന്റെ അടുത്ത് വന്നിട്ട് കുചേലനൊന്നും ചോദിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ നിന്നിട്ട് അങ്ങനെ തിരിച്ചു പോകുന്നതാണ് കഥ. അപ്പോൾ ഒന്നും പറയുന്നില്ല. പക്ഷെ കൃഷ്ണനെല്ലാം ഓൾറെഡി ദൈവത്തിനെല്ലാം മനസ്സിലായി തിരിച്ചു ചെല്ലുന്ന സമയത്ത് ഓൾറെഡി അവരുടെ ജീവിതം മൊത്തം സെറ്റാവുന്നതാണ് കഥ ശരിക്കും ഉള്ളത്. അപ്പോൾ അത്രയും പ്രിയപ്പെട്ടതായിട്ട് കരുതുന്ന ദൈവത്തിന് നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നത് ദൈവം അത് തന്നില്ല. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന എല്ലാം ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ജീവിതമാണെന്ന് നമ്മൾ കരുതിയാൽ നമ്മുടെ ജീവിതം എല്ലാം എപ്പോഴും